പിതാവേ മഹത്വം. എൻ്റെ മക്കൾ നിത്യതയെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ ജീവിതം ഈസിയാകും. കാര്യം എന്താണ് ഈശോ പറഞ്ഞത്? ബാക്കിയെല്ലാം ചേർത്ത് ചേർത്ത് നൽകും. നിങ്ങൾ ആദ്യം ദൈവരാജ്യവും അത് നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം ചേർത്ത് നൽകും. നമ്മൾ ഇത് മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം ഭാരപ്പെടും. നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് പ്രത്യേകം പ്രയോജനമില്ലെങ്കിൽ വൈ ഷുഡ് ഗോഡ് ഇൻ്റർഫിയർ ഇൻ ഇറ്റ്? നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിത്യത ഇത്രയും ഭയങ്കരമായ ഒരു നിസ്തുലമായ ചൈതന്യമായി നിൽക്കുന്നതിൻ്റെ കാരണം ഇത് യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്തതാണ്. അപ്പോൾ നീ നിത്യതയെ സ്നേഹിക്കുമ്പോൾ നീ നിൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ രക്തത്തെ ആരാധിക്കുകയാണ് ചെയ്യണത്. നീ നിത്യതയെ സ്നേഹിക്കുമ്പോൾ നീ നിൻ്റെ കർത്താവിൻ്റെ മുൾക്കിടത്തെ നീ അംഗീകരിക്കുകയാണ് ചെയ്യണത്. നീ നിത്യതയെ സ്നേഹിക്കുമ്പോൾ നീ അവൻ്റെ തിരുവിലാലം മുറിവിലെ അഭയം പ്രാപിക്കുകയാണ് ചെയ്യണത്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ഒരുമിച്ച് പാടുക. ഇതുപോലെ തന്നെയാണ്. അപ്പം അച്ഛനിലൂടെ ഈശോ പറഞ്ഞു, എൻ്റെ ദൈവ പൈതലെ, നിൻ്റെ പേര് നിത്യതയെ കർത്താവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഭൂമി വെച്ചത് അറിയാൻ പറ്റും. എന്താണ്? നീ 10 പ്രാർത്ഥിച്ച് 2 പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ ഇരിക്കും. എത്ര പ്രാർത്ഥിച്ചാലും അതിന് ഉത്തരം കിട്ടത്തില്ല. അത് പിതാവിൻ്റെ അഫെയറാണത്, പിതാവിൻ്റെ കാര്യമാണത്, അല്ലേ? അത് നിത്യതയിൽ നിൻ്റെ പേര് അസൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഭൂമി കിട്ടിയിരിക്കുന്ന അടയാളമാണ്. കൈയടിച്ച് ശ്രുതികട ഹല്ലേലൂയ 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 മഹത്വം. ഇതുപോലെ തന്നെ ഒരു വിഷയമാണ്, ദൈവം മഹത്വപ്പെട്ടെങ്കിലേ നമ്മൾക്ക് ഭൂമിയിൽ വെച്ച് അറിയാൻ പറ്റും. നേരത്തെ എന്താ പറഞ്ഞത്? നിങ്ങളുടെ പേര് നിത്യതയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ വെച്ച് അറിയാൻ പറ്റും. എന്താ കാര്യം? പിതാവിൻ്റെ അഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് കയറി വരുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. അതെന്താണ്? ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളാണ്. അത് നിത്യതയ്ക്ക് വേണ്ടി വകമാറ്റി ചെലവായിട്ടിരിക്കുന്നു. അതിൻ്റെ ഇൻട്രസ്റ്റ് പോലും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അത് തിരിച്ചടവ് പോലും ആകത്തില്ല. അപ്പം അതങ്ങനെ നിത്യമായിട്ട് പിതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് അത് നിത്യനിക്ഷേപത്തിലേക്ക് പോവുകയാണ്. ഇപ്പോഴെന്താ പറയണത്? ഇതുപോലെ തന്നെയാണ് ദൈവ പൈതലെ, നീ കാരണം ദൈവം മഹത്വപ്പെട്ടെങ്കിൽ ഭൂമിയിൽ വെച്ച് നിനക്കറിയാൻ പറ്റും. അതെങ്ങനെ അറിയണം? ഇതൊക്കെ അറിയണ്ടേ? എന്താണ് സ്വർഗത്തിൽ നിന്നെക്കുറിച്ച് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നീ ഭൂമിയിൽ അറിയണം. അപ്പോൾ ആണ് നമ്മൾ കണ്ണ് കണ്ടുകൊണ്ട് യാത്ര ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ ഇരുട്ടത്ത് പൂടി പോണ പോലെ ഇരിക്കും, തപ്പിത്തടഞ്ഞു പോകും. വിശ്വാസം തപ്പിത്തടച്ചിലൊന്നും പാടില്ല, നേരെ കണ്ട് പോകണം. കുറേ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കണ്ണും പൂട്ടി പോകണ്ടേ? നിങ്ങളുടെ വീട്ടിൽ കുറേ വയസ്സായി കഴിഞ്ഞാൽ കറണ്ട് പോയാൽ പിന്നെ നിങ്ങൾ അവിടെ നിൽക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ 10-50 കൊല്ലമായിട്ട് ജീവിക്കുകയാണ്, കറണ്ട് പോയാൽ പിന്നെ അവിടെ തന്നെ നിൽക്കുക? ഇല്ല. കറണ്ട് ഉള്ളതുപോലെ നിങ്ങൾക്കറിയാം ഓരോ സ്ഥലം എവിടെയാണ്, ഫ്രിഡ്ജ് എവിടെയാണ്, അല്ലേ? സ്വിച്ച് എവിടെയാണ്, എല്ലാം നിങ്ങൾക്ക് കാണാപ്പാടമാണ്. എന്താ? കാണുന്നില്ല, പക്ഷെ കാണാപ്പാടമാണ്. എന്താ കാര്യം? നിങ്ങൾക്ക് പരിചയം കൊണ്ടാണ്. അപ്പം കുറേ വിശ്വാസത്തിൽ ജീവിച്ച് കഴിയുമ്പോൾ എല്ലാം നമുക്ക് കാണാപ്പാടമാകും. നമുക്ക്
ഏത് കറണ്ട് പോയാലും ഇരുട്ടാണെങ്കിലും നമുക്ക് തപ്പിത്തടച്ചിലില്ല, നേരെ ചെന്നെടുത്തിട്ട് വരും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം. ദൈവം മഹത്വപ്പെട്ടാൽ നമുക്ക് ഭൂമിയിൽ വെച്ച് അറിയാൻ പറ്റും. അതെങ്ങനെ അറിയണത്? അത് 2 കൊരിന്ത്യർ 1:20 വായിക്കണം. 2 കൊരിന്ത്യർ 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും പറഞ്ഞേ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അപ്പൊ ഇത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളെല്ലാം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ഒറ്റ വാക്കുകൊണ്ടാണ്. അതിൻ്റെ സിംഗിൾ പാസ്വേഡാണ്. ദൈവത്തിന് 8855 വാഗ്ദാനങ്ങളുണ്ട് ബൈബിളിലെ. ഇതെല്ലാം നമ്മുടെ ഈ അനുദിന ജീവിതത്തിനും നിത്യജീവിതത്തിനും ആവശ്യമായ അനുധാരികൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ അനുഗ്രഹം പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹം പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ അനുസരിച്ച് വാഗ്ദാനം പ്രാപിക്കണമെന്നതിൻ്റെ അർത്ഥം. ഈ സകല വാഗ്ദാനവും നമുക്ക് പ്രാപിക്കാൻ പറ്റും. എങ്ങനെ പ്രാപിക്കാൻ പറ്റും? ദൈവമഹത്വത്തിന് അവൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം? ആമേൻ പറയണം. ഇപ്പം ഒരു നല്ല വിശ്വാസി ആയിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം ആമേൻ പറയാൻ പഠിക്കണം. അല്ല കാരിക്കൂവി ആമേൻ എന്ന് പറയണവരല്ല. ആമേനിന് ശബ്ദമില്ലെന്നുള്ളതാണ് വിഷയം. ആമേൻ എന്ന സംഭവത്തിന് ശബ്ദമില്ലാതെ ആമേൻ പറഞ്ഞ ആളാണ് അമ്മ. അമ്മയുടെ ജീവിതം മുഴുവനും അങ്ങനെയാണ്. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ വചനം പോലെ എന്നിൽ അതാണ് ആമേൻ എന്ന് പറയുന്നത്. നിൻ്റെ തിരുമനസ്സ് എന്നിൽ നിറവേറട്ടെ, ഫിയാത്ത്. നിശബ്ദ അമ്മ അതിനാണ് വേറൊരു വാക്ക് പറയണത്. എന്താണ്? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് ആമേൻ. അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് വെച്ചാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ഇത് തർക്കിക്കത്തില്ല, ബഹളം ഉണ്ടാകത്തില്ല. ഞാൻ സകലദാസിയായി. അല്ലേ? പഴയ നിയമത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? സകലദാസൻ. എന്തിൻ്റെ സ്വഭാവം എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ സഫറിങ് സെർവൻറ്റ്. എന്താണ് അത്? അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയില്ല. തെരുവീഥികളിൽ അവൻ്റെ സ്വരം ആരും കേൾക്കുകയില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായി 12:18-19 തിരുവചനങ്ങൾ. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീഥികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയുമില്ല. പുകഞ്ഞ തിരി എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. അത് എന്താ? നീതിയെ വിജയത്തിൽ എത്തിക്കുന്നവരെ തിരി കെടുത്തത്തില്ലെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിൽ നിലനിൽക്കും. ദൈവഹിതം നിറവേറ്റുന്നവരെ. നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവഹിതമാണ്. ദൈവഹിതം നിറവേറ്റുന്നവരെ വിശ്വാസത്തിൽ നിലനിൽക്കുമെന്നാണ് ഈ പറയണത്. അപ്പം ഇത് ഒരു പരിചരണമാണ്. ദൈവഹിത പ്രകാരമുള്ളൊരു പരിചരണമാണ്. അപ്പം ചില കാര്യങ്ങൾക്ക് അവിടെ പറയണ നിശബ്ദമായ ആമേനാ പറയേണ്ടത്. ചില കാര്യങ്ങൾക്ക് നിശബ്ദമായ ആമേൻ. അതിന് ബൈബിൾ എന്താ പറയണത്? 2:19, 2:52 ലൂക്കാൻ്റെ സുവിശേഷം എന്താ പറയണത്? ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ആരുണ്ടാക്കിയ ആധ്യാത്മികതയെ? അമ്മയുടെ ആത്മാവ്. കൈയടിച്ച് ശ്രുതികട്ടെ. എല്ലാ ചോദ്യങ്ങളുടെ മുമ്പിൽ ഹൃദയത്തെ സംഗ്രഹിച്ച് സ്വ
ആദ്യമായി പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ദേവസ്യ. ഞാൻ താമരശ്ശേരി രൂപതയിൽ കുപ്പായക്കോട്ട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ജൂൺ 11-നാണ്. എനിക്ക് ആദ്യമായി കിട്ടിയ അനുഗ്രഹം മൂക്കിൽ 3 വർഷത്തോളമായി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒത്തിരിയേറെ വേദന സഹിച്ചിട്ടുണ്ട്. പല പ്രാവശ്യവും വേദന സഹിക്കാൻ മേലാണ്ട് വന്നപ്പോൾ ഞാൻ ENT-നെ കാണിച്ചാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ 2023 ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് കൂടുമായിരുന്നു. അപ്പം ജോസഫച്ചൻ പറഞ്ഞു, മൂക്കിലെ ഇൻഫെക്ഷൻ മുഴുവനും വിഷപ്പിക്കുന്ന ഒരാളെ ദൈവം സൗഖ്യം കൊടുക്കുന്നുവെന്ന്. അത് ഇങ്ങനെ എടുത്ത് വീണ്ടും പറഞ്ഞു, മൂക്കിലെ ഇൻഫെക്ഷൻ മൂലം മൂക്കിൻ്റെ 2 സൈഡും അകന്നാണ് ഇരിക്കുന്നതെന്നും പറഞ്ഞു. അത് ഞാനായിരുന്നു. മൂക്കിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ 2 മൂക്കിലും ഈ പൊറ്റൻ വന്നടഞ്ഞിട്ട് പൊളിച്ചു കളഞ്ഞാലും രക്തം വരും. വേദന സഹിക്കാൻ പറ്റത്തില്ല. മുഖമൊക്കെ കഴുകുമ്പോൾ എവിടെയെങ്കിലും അറിയാതെ തൊട്ട് നമ്മുടെ ജീവൻ പോകുന്ന വേദനയാണ്. മൂക്കിൻ്റെ 2 സൈഡും ചാമ്പങ്ങ പോലെ ചുമന്ന്, കവിളിൻ്റെ 2 സൈഡും ചുമന്നാണ് ഇരുന്നിരുന്നത്. ഞാൻ ഒരാഴ്ചയോളം ഉടമ്പടിത്തേലും തേച്ച് പ്രാർത്ഥിച്ചു. അത് പിന്നെ ഇതുവരെ എനിക്ക് ആ മൂക്കിൽ ഇൻഫെക്ഷനും വേദനയും ഉണ്ടായിട്ടില്ല. രണ്ടാമത് എൻ്റെ കണ്ണിന് പല അസുഖങ്ങളുണ്ടായിരുന്നു. ഞാൻ 3 ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു. പക്ഷേ അവരൊക്കെ മരുന്ന് തരുമ്പം കുറയും. കണ്ണിൽ മണൽ വാരി എറിഞ്ഞ പോലെയുള്ള വേദനയാണ് 2 കണ്ണിനും. കണ്ണിൽ നിന്ന് വെള്ളം വരികയും ചൊറിയുകയും ചെയ്തുകൊണ്ടിരുന്നു. അവസാനം ഞാൻ 3ാമത്തെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ജീവിതകാലം മുഴുവൻ ലൈഫ് മുഴുവൻ കണ്ണിൽ ഡ്രോപ്പ് ഇറ്റിക്കണം എന്ന് പറഞ്ഞു. ഒരു ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും നീളമുള്ള ഒരു സാധനത്തിന് 500 രൂപയാണ് വില. അത് 15 ദിവസത്തേക്കേ ഉള്ളൂ. അത് 1 മാസത്തേക്ക് 1000 രൂപയാകും. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഈ വാങ്ങിയ മരുന്ന് മാത്രമേ ഞാൻ ഉറ്റിക്കത്തുള്ളൂ, എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഓർത്തോ ENT ന്യൂറോ ഗ്യാസ്ട്രോ ഇതിനൊക്കെ കാണിക്കണം, അപ്പോൾ 1000 രൂപ ഇതിനും മുടക്കാൻ എനിക്കില്ല. അതുകൊണ്ട് ഞാൻ അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ, അതുകൊണ്ട് അമ്മ എനിക്ക് മാറ്റിത്തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ വേദന വരുമ്പം ഉടമ്പടിത്തേലും വിശ്വാസപ്രാണം ചൊല്ലി കണ്ണിൽ കുരിശ് വരച്ചേക്കുമായിരുന്നു. അതിൽ പിന്നെ എനിക്ക് അതും പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. എൻ്റെ കഴുത്തിന് ഇൻഫെക്ഷൻ വരുമായിരുന്നു. നടുവിൻ്റെ ഡിസ്ക് പ്രശ്നം, ജോയിൻറ്റിനൊക്കെ തേയ്മാനമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. സീലിംഗ് ക്ലീൻ ചെയ്തപ്പം കഴുത്തിന് വലതുവശം നീര് കയറി വലത് കൈയും പൊക്കാൻ മേലാതെ 15 ദിവസത്തോളം ഞാൻ കഷ്ടപ്പെട്ട് നടന്നു, ഡോക്ടറെ കാണാൻ കഴിയില്ലാഞ്ഞിട്ട്. പിന്നെ ഞാൻ നടുവിനെ കാണിച്ചുകൊണ്ടിരുന്ന ഓർത്തോ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 1 മാസം ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ ഞെട്ടിപ്പോയി. 1 മാസം ഫിസിയോതെറാപ്പി ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ 7 ദിവസത്തിൽ കൂടുതൽ ചെയ്യത്തില്ല, പിന്നെ ഞാൻ അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 7 ദിവസം ചെയ്തിട്ട് 7ാം ദിവസം മുതൽ അമ്മയുടെ ഉടമ്പടി ഉപ്പും തൈലവും മിക്സ് ചെയ്ത് കഴുത്തിന് പുരട്ടി. അതിൽ പിന്നെ ഇതുവരെ എനിക്ക് അതും ഉണ്ടായിട്ടില്ല. ഞാൻ കാരുണ്യ പ്രവർത്തനമായിട്ട് എൻ്റെ ഇളയ മകന് 400 രൂപയോളം ചുരിയ തുച്ഛമായ വരുമാനമുള്ള, അതിൽ നിന്ന് മാസത്തിൽ 10 കിലോ അരി, സോപ്പ് പൊടി, സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് 3-4 പ്രാവശ്യം ഓർഫനേജിൽ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ പ്രായമായ അമ്മച്ചിമാരെ അവിടെ പോയി, എനിക്ക് നടുവിന് ഡിസ്കിനൊക്കെ കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അമ്മയോട് പറയും, അമ്മേ വീട്ടിൽ വന്ന് എന്നെ കിടപ്പാൻ അമ്മ അനുവദിക്കരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരെ കുളിപ്പിക്കുകയും തോർത്തുകയും അവരുടെ യൂറിൻ ബാഗ് ക്ലീൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും. ബാത്റൂം കഴുകും, അവരുടെ ബാർ കഴുകി ക്ലീൻ ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെ പല പ്രാവശ്യങ്ങളിൽ പോയി ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ആരെങ്കിലും ഒരു സഹായം തേടി വന്നാൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കഴിവിനനുസരിച്ച് സഹായിക്കാറുണ്ട്. 39ഓളം അന്തേവാസികളുണ്ട്. അവർക്ക് ഒരു ദിവസം ഉച്ചഭക്ഷണം 50 പേർക്കുള്ള ഭക്ഷണം 2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്, 50 പേർക്ക് വീതം. പിന്നെ കൃപാസനത്തിൽ വന്ന് കാരുണ്യപ്രവൃത്തി ചെയ്യാൻ എൻ്റെ കൂടെ ഒരു സഹോദരി വരുമായിരുന്നു. ആ പുള്ളിക്കാരി ഞാനും കൂടെ കൂടി പകുതി വീതം ഷെയറിട്ട് അങ്ങനെ 50 രൂപയൊക്കെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ ഇച്ചിരി ചമ്മലൊക്കെ ആയിരുന്നു, ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ എനിക്കൊരു നാണക്കേടുമില്ല. ഞാൻ ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും വീടുകളിലും ഒക്കെ കയറി നടന്നിട്ട് പത്രം വിതരണം ചെയ്തിട്ടുണ്ട്, ഈശോനെയും അമ്മേനെയും പറ്റി പറഞ്ഞ്. പിന്നെ ആത്മീയമായിട്ട് പറഞ്ഞാൽ, ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഈശോനെയും മാതാവിനെയും മുറുക്കെ പിടിച്ച് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. സഹനങ്ങളുടെ തീച്ചുകളിൽ കൂടെയൊക്കെ നടക്കുമ്പം അമ്മയെ ഈശോയാണ് എന്നെ കൈ പിടിച്ച് നടത്തിയിരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തേ പിന്നെ 8 പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ പൂർണ്ണമായിട്ട് വായിച്ചു തീർത്തു. അതിന് മുമ്പ് 5 പ്രാവശ്യം വായിച്ചു തീർത്തു. അതിന് മുമ്പ് 3 പ്രാവശ്യം, അങ്ങനെ 8 പ്രാവശ്യം ഞാൻ വായിച്ചു തീർത്തു. എല്ലാ ദിവസവും 1/2 മണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്. 3 വർഷത്തോളമായിട്ട് ഞാൻ ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന മുടക്കാറില്ല, ദീപികാരണം സ്വീകരിക്കാനും മുടക്കാറില്ല. നടുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തീർത്തും നടക്കാൻ മേലാത്ത അവസ്ഥകൾ വരുമ്പോൾ മാത്രമേ ഞാനത് മുടക്കാറുള്ളൂ. അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം ലൈവായിട്ട് ഞാൻ എല്ലാ ആഴ്ചകളും കാണാറുണ്ട്. ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പിന്നെ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു.
പിന്നെ ഒരു ദിവസം മാതാവ് എനിക്ക് സ്വപ്നത്തിൽ വന്നിട്ടുണ്ട്. ഈ മാർച്ച് 4-ാം തീയതി 5 മാസം മുമ്പ്. അപ്പം ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി ഒത്തിരി വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ബുധനാഴ്ച മാതാവിൻ്റെ ദിവസമാണല്ലോ, ശനിയാഴ്ച മാതാവിൻ്റെ ദിവസം 7-ാം തീയതി. അപ്പം ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രാത്രിയിലൊക്കെ. അമ്മ എല്ലാവർക്കും ദർശനത്തിലും സ്വപ്നത്തിലുമൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ, അമ്മ എൻ്റെ അടുത്ത് വരാത്ത, ഞാൻ ഉടമ്പടി കാര്യങ്ങളെല്ലാം നന്നായി തന്നെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചു. അപ്പം അന്ന് വെളുപ്പിന് ഒരു 5:30 ആയപ്പം ഞങ്ങളുടെ ഇടവകപ്പള്ളിയിലെ അച്ഛനെയും പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള സഹോദരിമാരെയാണ് കാണുന്നത്. അത് കഴിഞ്ഞപ്പം ഞങ്ങളുടെ അടുക്കളയിൽ മാതാവ് നിൽക്കുന്നു. ഇതേപോലെ കരിനീല കളറുള്ള ഒരു സാരിയാണ് ഉടുത്തിരിക്കുന്നത്. നല്ല സുന്ദരിയായൊരു മാതാവിലൊരു ചേച്ചി എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. അപ്പം ഞാൻ അടുക്കളയിൽ നിന്ന് നിൽക്കുകയാണ്. അപ്പം മാതാവ് എൻ്റെ നേരെ ഒരു കൈ ചുരുട്ടിയിട്ട് ഇങ്ങനെ നീട്ടി കാണിച്ചു. അപ്പം ഞാൻ 2 കൈ നീട്ടി അത് വാങ്ങി. അപ്പം വാങ്ങി നോക്കുമ്പം ആ സാരിയുടെ അതേ കളറുള്ള ഒരു ജപമാല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ അടുത്ത് ജപമാല ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കൃത്യം 5:30 മണി സമയമായി. ഒരിക്കലും എൻ്റെ ജീവിത പങ്കാളി എന്നെ വിളിക്കാറില്ല. അപ്പം ജീവിത പങ്കാളി വന്ന് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇന്ന് പള്ളിയിൽ പോകുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് വൈകുന്നേരം കുർബാനയുണ്ട്, വെള്ളിയാഴ്ചയായിരുന്നു, കുരിശിൻ്റെ വഴിയും. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വൈകുന്നേരം പോക്കോളാം, എനിക്ക് രാത്രി ഷുഗർ തന്നിട്ട് ഒത്തിരി ക്ഷീണമായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പ്രതീക്ഷേൻ്റെ പ്രാർത്ഥന 5:30 ഏറ്റ് ചൊല്ലി കിടന്ന് വൈകുന്നേരം കുർബാനയ്ക്ക് പോയി. അങ്ങനെ സ്വപ്നത്തിലൊരു ദർശനം ഉണ്ടായി. പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് 3 മാസം തികയുന്നതിന് മുമ്പ് ഒത്തിരി സഹനത്തിൻ്റെ തീച്ചുളയിൽ കൂടെ നടന്നു പോകുന്ന സമയമായിരുന്നു. മാതാവിൻ്റെ ജനനത്തിരുന്നാളിന് ഒരുക്കമായിട്ട് പള്ളിയിൽ 6 മണിക്ക് ജപമാലയും ദീപികാരൻ്റെ എഴുന്നള്ളി വെച്ച് ജപമാല ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു തിങ്കളാഴ്ചയായിരുന്നു, 5-ാം തീയതി. അപ്പം ഞാൻ മാതാവിൻ്റെ രൂപത്തെ നോക്കിയിട്ട് പറഞ്ഞു, അമ്മ നീ എന്നെ ഉപേക്ഷിച്ചോ അമ്മേ. അത് ഞാൻ ഈശോയുടെ ദീപികാരനത്തെ നോക്കിയിട്ട് പറഞ്ഞ, ഈശോയെ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വഴുകി വരുന്ന തിരുരക്തവും ഞാനങ്ങൾ ശരണപ്പെടുന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ഇടപെടുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരടയാളം തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ച് തീർന്ന അതേ സമയത്ത് ദീപികാരണത്തിൻ്റെ സെൻറ്ററിലാണല്ലോ, അരളിക്കാട് സെൻറ്ററിലാണല്ലോ ദീപികാരണം വെക്കുന്നത്, ആ വൈറ്റ് സ്ഥലം കാണാനില്ല. ആ കൃത്യ സ്ഥലത്തും ഫുൾ ഗോൾഡൻ കളർ കാണുന്നത്. അപ്പം വെള്ളം ഒഴുകുന്ന പോലെ അതിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചലിക്കുന്നത് കാണാൻ എനിക്ക്. അപ്പോഴത്തെ 6:25 സമയം. അപ്പം ഞാൻ ഓർത്ത് ഇതന്നെ എൻ്റെ മാതാവ് കാണിക്കുന്നതിന് ഉറങ്ങുമല്ലോ എന്നോർത്ത് ഞാൻ ദീപികാരണത്തെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുമായിരുന്നു. കണ്ണടച്ച് തുറന്ന് നോക്കി, അന്നേരം ഇത് തന്നെ കാണുന്നു, ഗോൾഡൻ കളറിൽ ഇങ്ങനെ എന്തോ ഒഴുകുന്നു, പക്ഷേ താഴേക്ക് ഇറ്റിട്ട് വീഴുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഇടപെട്ടതാണ്, ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പം അച്ഛൻ കൃത്യം 6:30 ആയപ്പം ദീപികാരണത്തിൻ്റെ ആശീർവാദം തരാനായിട്ട് വന്നു. അപ്പോൾ എല്ലാവരും കണ്ണടച്ച് കൈ കുപ്പി തല കുമ്പിട്ട് നിൽക്കുകയാണ്. ആ സമയത്തെല്ലാം ഇങ്ങനെ തന്നെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു. അത് അന്ന് മുഴുവൻ എന്നെ ഫീൽ ചെയ്ത്, ഇപ്പോഴും അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ വീട്ടിൽ വന്ന ഇളയ മകനോട് ഇത് പറഞ്ഞു. ഇളയ മകനോടും എൻ്റെ അനുജീവത്തോടും ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു, വീട്ടിലാരോടും പറഞ്ഞില്ല, പറഞ്ഞാൽ പറയും തള്ളയ്ക്ക് ഭ്രാന്താന്ന്. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. പിന്നെ സുഗന്ധമായിട്ട് 1-2 പ്രാവശ്യം എനിക്ക് വന്നിട്ടുണ്ട്. എൻ്റെ അമ്മ ഈശോയും ചെയ്തു തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി ഞാൻ പറയുന്നു. ഉടമ്പടിയിൽ തന്നെ എന്നും ഇങ്ങനെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ അൽത്താരയിൽ ഇന്ന് ഞങ്ങൾക്ക് ഈ സാക്ഷ്യം അമ്മ മാതാവ് തന്ന സാക്ഷ്യം രേഖപ്പെടുത്തുന്നതിന് ഞങ്ങളെ ഈ അൽത്താരയിലേക്ക് വരാൻ അനുഗ്രഹിച്ചതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ബിന്ദു മനോജ്. ഞാൻ കണ്ണൂർ എന്ന് വരികയാണ്. ഞാൻ ഈ ഉടമ്പടി എടുത്തത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ്. ഹസ്ബൻഡ് ഇവിടെയുണ്ട്, മനോജിൻ്റെ മമ്മി എൻ്റെ മകൾ ജോസ്മിയ, ആൽബിൻ. ആദ്യത്തെ 6 നിയോഗമാണ് ഞാൻ വെച്ചിരുന്നത്. 1ാമത്തെ നിയോഗം എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഞാൻ വെച്ചിരുന്നത്. നടുവിൻ്റെ ഡിസ്ക് മുഴുവൻ അകന്നു പോവുകയായിരുന്നു. ചികിത്സിച്ചു, എവിടെയെല്ലാം പോയി, അവിടെയൊന്നും ഡോക്ടർമാർ പറയുന്ന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അതുപോലെ തന്നെ ഇടതുമുട്ട് കുഞ്ഞിലെ ഒന്ന് മുറിഞ്ഞതായിരുന്നു. അതിൻ്റെ എല്ല് തേയ്മാനം വന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതും ഡോക്ടർ പറയുന്നു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വൈദ്യന്മാരെ കാണിച്ചു, അവർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ മോനാണ് ആൽവിൻ TV-യിൽ ഈ ശാലോമിൽ കൃപാസനം ജോസഫച്ചൻ്റെ ആരാധന കണ്ടത് ഒരു തിങ്കളാഴ്ച വൈകുന്നേരം 7:30.
അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, അമ്മേ ഇതൊന്ന് കേട്ടെ, നമുക്കും പോയി ഒരു ഉടമ്പടി എടുക്കാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളെല്ലാവരും കൂടി തിങ്കളാഴ്ച ദിവസങ്ങളിൽ കേട്ടോണ്ടിരുന്നു, ഇതേപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ കേട്ടു, ഞങ്ങൾ തീരുമാനിച്ച് എല്ലാവരും കൂടി വന്ന് അമ്മയുടെ അടുത്ത് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി അന്ന് തന്നെ തൈലവും തേനും ഉപ്പും എല്ലാം ഞങ്ങൾ കിട്ടിയതെല്ലാം വീട്ടിൽ കൊണ്ടുപോയി അന്ന് തന്നെ നടുവിനും മുട്ടിനും പുരട്ടി. ആ തൈലം തേച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് അന്ന് മുതൽ വേദനയെല്ലാം കളഞ്ഞു. എണീറ്റ് നടക്കാനും പേടിക്കാതെ, അല്ല കാല് വലിച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത്. അത് കഴിയുമ്പോൾ തൊട്ട് നിവർന്ന് നടക്കാൻ തുടങ്ങി. വേദനയെല്ലാം സുഖപ്പെടുത്തി. രണ്ടാമത്തെ സാക്ഷ്യം, ഇവർക്ക് 2 പിള്ളേർക്കും മൂക്കിൽ ദശ വളരുകയായിരുന്നു, അലർജി. അതിന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടൊന്നും ശരിയാകുന്നില്ല. പിന്നെ അത് എപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്. അവർക്ക് ഞാൻ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ്ട് അമ്മയുടെ ഉടമ്പടി തൈലം പുരട്ടി മൂക്കിനും നെറ്റിക്കും കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു 15 ദിവസം തുടരെ തേച്ചു. അപ്പോൾ അവരുടെ അലർജിയും മൂക്കിലുള്ള ദശയും മാറിക്കിട്ടി. അമ്മ മാതാവിന് നന്ദി പറയുന്നു. അത് ഉടമ്പടി വയ്ക്കാത്ത കാര്യമുണ്ട്. എനിക്ക് പെടലി വേദനയായിരുന്നു, കൈ പൊങ്ങില്ല. ഞാൻ എൻ്റെ കാര്യമൊന്നും വെച്ചില്ല, ഇവരുടെ കാര്യമാണ് വെച്ചത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിരിക്കാം എനിക്കും പെടലിക്ക് വേദനയില്ല, കൈക്കും വേദനയില്ലാതെ ഒരാഴ്ച കൊണ്ട് സൗഖ്യം പ്രാപിച്ചു. വീട്ടിലുള്ള എല്ലാ പണികളും ചെയ്യാനും എനിക്ക് സാധിച്ചു. പിന്നെ ഞാൻ അച്ഛൻ്റെ ആരാധന എല്ലാ ചൊവ്വാഴ്ചയും 11:30 കയറും, കറക്റ്റായിട്ട് അത് തീർക്കും. അപ്പോൾ എൻ്റെ ഈ ഇടത് വെസ്റ്റിൽ ഒരു പഴുപ്പ് പോലെ വന്നു. അപ്പോൾ അത് ഞാൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ബ്ലഡ് വരുവാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും സ്കാനോ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന്. അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്കാനിങ്ങിനൊന്നും പോയില്ല. ഞാൻ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നെ കൊണ്ട് കാണിച്ചപ്പോൾ അത് ബ്ലഡൊന്നും ഇല്ലാതെ സുഖം പ്രാപിച്ച് എനിക്ക് വേദനയുമില്ല, അനുഭവപ്പെട്ടില്ല. അതിനും അമ്മ മാതാവിന് നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പത്രം കിട്ടുന്നതെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി പിന്നെ ബസ്സിൻ്റെ ബുക്കിംഗ് നമ്പരെല്ലാം എഴുതി ഞങ്ങൾ ഓരോ വീടുകളിലും കയറി ഇറങ്ങി അവരെ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ബോധ്യപ്പെടുത്തി അവർക്ക് കൊടുക്കും. ചിലർ പറയും പത്രം വേണ്ടാന്ന്, ചിലർക്ക് വിശ്വാസമാണ്, അവർ കിട്ടുന്നത് നോക്കിയിരുന്നത് വായിക്കും. പിന്നെ രോഗികളെ കാണാൻ പോകും. പിന്നെ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഒരു പള്ളിയിൽ കമ്മിറ്റിയിലുണ്ട്, പ്രേക്ഷിത പ്രവർത്തനമായിട്ട്. അവിടെ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കും ഒറ്റയ്ക്ക്, ആ പള്ളി മുഴുവനും. പിന്നെ ഭക്ഷണം ഇല്ലാത്തവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കും. ബൈബിള് അരമണിക്കൂർ ഞാൻ വായിക്കും. ഞാനൊരു വീട്ടു വൈഫാണ്, അതുകൊണ്ട് എനിക്ക് അത്രമായ ശമ്പളമൊക്കെ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെയെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്ക് ഞങ്ങൾ 1000 നന്ദി പറയുന്നു. പിന്നെ ഉപ്പ് എനിക്ക് കിട്ടിയതിന് ഒരു സാക്ഷ്യം പറയാനുണ്ട്. കിണറുണ്ട്. കിണറ്റിൽ ഞാൻ 2ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ചെല്ലുമ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ വെള്ളമില്ല കിണറ്റിൽ. എന്ത് ചെയ്യുമെന്ന് ഓർത്തു. പുഴയിലെ വെള്ളം എല്ലാം പറ്റി നല്ല വരൾച്ചയായിരുന്നു. ഇപ്പം ഞാൻ ഇവിടെ വരുമ്പം പത്രത്തിലൂടെ എല്ലാം വായിക്കാറുണ്ട്, സാക്ഷ്യം പറഞ്ഞ് കേൾക്കാറും ഉണ്ടായിരുന്നു. ഉപ്പിട്ടിട്ട് വെള്ളം കിട്ടിയെന്ന്. അതുപോലെ ഞാനും എൻ്റെ മനസ്സിൽ വന്നു, അമ്മ മാതാവേ, ഞാൻ എൻ്റെ ചേച്ചിയുടെ മോളെയും കൂട്ടി എൻ്റെ കിണറ്റിൻ്റെ അരികെ പോയി ഉപ്പെടുത്ത് കൊണ്ടുപോയി വിശ്വാസപ്രമാണം ചൊല്ലി, അമ്മ മാതാവേ, എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നുണ്ടല്ലോ നീ, എൻ്റെ കിണറ്റിലും വെള്ളം എന്താ, ഞങ്ങൾക്ക് വെള്ളമില്ലെന്ന് പറഞ്ഞ് ഉപ്പിട്ടിട്ട് അങ്ങ് പോയി. ആ പോയ വഴിക്ക് എൻ്റെ ഷീറ്റിട്ട വീടായിരുന്നു. അപ്പം ഉപ്പിൻ്റെ ബാക്കിയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, എല്ലാവർക്കും വാർക്ക വീടുണ്ട്, എനിക്ക് മാത്രം വാർക്ക വീടില്ല. ഒത്തിരി ആഗ്രഹം, ചെറിയൊരു വാർക്ക വീട് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ഉപ്പ് ഇവിടെ ഇടുവാന്നും പറഞ്ഞ് ഞാൻ ആ ഉപ്പ് ഇട്ടിട്ട് അങ്ങ് പോയി.
പോയി കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ കിണറ്റിൽ നോക്കുമ്പം 1/4 ഭാഗത്തോളം വെള്ളം നിറഞ്ഞു നിൽക്കുന്നു. അന്നേരം തന്നെ ഞങ്ങളെല്ലാവരും വെള്ളമെല്ലാം അടിച്ച് പാത്രത്തിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോയിട്ട് വരുമ്പം നല്ല മഴയായിരുന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ വർക്ക് ഏരിയയിൽ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഒരിക്കലും വെള്ളം വരികയല്ലാത്ത അങ്ങനെ. അപ്പോൾ വെള്ളം ഉറവ പോലെ വരുന്നു. അപ്പോൾ ഞാൻ മനേട്ടനോട് പറഞ്ഞു, വെള്ളം വാതിലടയ്ക്കാഞ്ഞിട്ടാണ് ഈ വെള്ളം ഇതിലൂടെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന്. അതിന് എന്നോട് പറഞ്ഞു, ബിന്ദു വേറെ പണിയൊന്നുമില്ലേ? ഞാനൊന്നും ചെയ്തില്ല, പിള്ളേർ കോരി ഒഴിച്ചായിരിക്കും എന്ന്. എന്നിട്ട് ഞാനത് മുഴുവൻ അടിച്ചു വാരി കോരി കളഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോൾ അതേപോലെ വർക്കേരിയുടെ ഒരു മൂലയിൽ വെള്ളം ഇങ്ങനെ വന്ന് എണ്ണമയം പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അതേപോലെ എണ്ണമയം നല്ലത് എന്താണെന്നറിയത്തില്ല, നല്ല ചൂടുമുണ്ട്. ഞാൻ മനേട്ടനോട് പറഞ്ഞു, മനേട്ടൻ ഇങ്ങനെയുണ്ടൊരു സംഭവമെന്ന്. പിന്നെ എൻ്റെ ചാച്ചയോട് പറഞ്ഞു. പിന്നെ എങ്ങനെയാണേലും വേണ്ടിയില്ല, പെട്ടെന്ന് വീട് പണിയണമെന്നൊരു തീരുമാനം വന്നു. 3-ാം മുക്കം ആശാരിയെ കൊണ്ട് കാണിച്ചു. ആ വെള്ളം വന്നിടത്തേന് വീട് പണിയാൻ തീരുമാനിച്ചോടെ ഉറവ പറ്റിപ്പോയി. പിന്നെ ഇന്ന് വരെ ആ വെള്ളം വന്നിട്ടില്ല. വീട് പണി എങ്ങനെയാണെന്നറിയില്ല. എത്രയും പെട്ടെന്ന് 5 മാസം കൊണ്ട് ഒരു സാധാരണ ഒരു മുഴുത്ത വാർക്ക് വീട് എനിക്ക് അമ്മ മാതാവ് തന്നു. കാശ് എവിടുന്ന് വന്നോ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ലോണും എടുത്തിട്ടില്ല. എത്രയും പെട്ടെന്ന് പൈസ എവിടുന്നാണെന്നറിയില്ല വീട് പണിയും നടത്തി. അപ്പോൾ അതിനും അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു.